വെൽക്കം ബാക്ക് സൈനാസ് ഫോട്ടോഗ്രാഫി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എവിടെയാണെന്നുള്ളതെന്നല്ലേ, നമ്മൾ ഗോൾഡ് സൂക്കിലുള്ള ഓൾഡ് ബലദിയ സ്ട്രീറ്റിലാണ് കേട്ടോ. എന്താ അറിയില്ല, അത് പൊന്തിണില്ല ഗായ്സ്. അപ്പോൾ എന്ത് വെയിറ്റ് ആണാവോ, നല്ല വെയിറ്റാ. നമ്മളോട് കയ്യില, അപ്പം നമ്മളാകെ ഉള്ളത് ചെറിയ വെയിറ്റാണ്. അപ്പം കഴിയാത്തതുകൊണ്ട് നമ്മൾ വെള്ളം ഇട്ടെറിഞ്ഞ് പോവാം. വെറുതെ ആവശ്യമില്ലാത്ത വടി കൊടുത്ത് അടി വാങ്ങേണ്ട അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഓൾഡ് ബലദിയ സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഓൾഡ് ബലദിയ സ്ട്രീറ്റ് കാണിക്കൂ കൂട്ടി. അപ്പോൾ നമ്മൾ ബലദിയ സ്ട്രീറ്റിൽ അധികം ഉള്ളത് എന്താ വെച്ചാൽ ഇവിടെ സാഫ്രോണാണ്. നമ്മൾ സാഫ്രോണൊക്കെ വാങ്ങുമ്പം സാധാരണ ഷോപ്പിൽ 100 ഗ്രാമൊക്കെ ആയിട്ടല്ലേ. അപ്പോൾ അതല്ലാതെ നമുക്ക് ഇവിടുന്ന് ലൂസായിട്ട് ഇതായിട്ട് വാങ്ങാം. അപ്പോൾ പിന്നെ നല്ല ഒരുപാട് അക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്നുള്ളത് കാണാം. ഇതാണ് ഹെർബസ് സൂക്ക്. ഇവിടെ എന്തൊക്കെ സാഫ്രോണായിട്ടും മഞ്ഞൾ, ഉണക്കമഞ്ഞൾ നമ്മൾ പറയും, ഇഞ്ചി ഉണക്കിയത്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഫ്യൂച്ചർ മ്യൂസിയം മാതിരിയൊക്കെ. ഹലോ, ഇതെന്താ കല്ല? പത്ക്രിയ. ഇതിൻ്റെ പേരെന്തോ പത്ക്രി എന്ന് പറഞ്ഞത്. ഇത് എന്തിനാ ഉപയോഗിക്കണാണാവോ? ഇതൊക്കെ സൂക്ക്, ഉത്തരൻ സൂക്ക്. ഓക്കെ, ഇതൊക്കെ ഒരുപാട് ഷോൾ ഇട്ടു കാര്യങ്ങളൊക്കെ ആയിട്ട് സെയിം തന്നെ, പക്ഷേ നല്ല നല്ല ഷോളാണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് പർദ്ദോക്കിയേ നല്ല രസമുണ്ട്. മറ്റേ പാകിസ്ഥാൻ സ്റ്റൈലേ കാശ്മീർ അബായാണ് കേട്ടോ. നല്ല രസമുണ്ട്. അതിൻ്റെ ഷോള് കാര്യങ്ങളൊക്കെ നല്ലല്ലേ. ഓർ കാശ്മീർ, ഇത് അറബിക്ക്. പില്ലോ ബദി സാഫ്രോണ് ഇവിടുത്തെ ഏറ്റവും സാഫ്രോൺ ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടത്. നല്ല വിലക്കുറവാണ്. ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് മുമ്പ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കേട്ടത്. നല്ല രസമുണ്ട് കാണാൻ തന്നെ. നല്ലൊരു ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും ഒക്കെ പറ്റിയ നല്ലൊരു ഏരിയ. കാരണം ഫുള്ളൊക്കെ ലൈറ്റ് ഇതൊക്കെ ആയിട്ട് പല പല കളർ ഡിസൈനിൽ ലൈറ്റ് കാര്യങ്ങൾ. ഇവിടെ നിന്നൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ നല്ല രസമായി കയറും. സാഫ്രോണ് കാര്യങ്ങളൊക്കെ. നമ്മൾ ബിൽക്കുൽ മസ്ജിദിൻ്റെ അടുത്ത് എത്തിയിരുന്നു കേട്ടോ. നടന്ന് പക്ഷേ ഈ വെയിലായതുകൊണ്ട് നല്ല ഇതുണ്ട്. ഇപ്പോൾ ടൈം ഇപ്പോൾ 6 മണിയായി. അപ്പോൾ ഈ സമയത്ത് നല്ല ചൂടാണ് കേട്ടോ. എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനെ പിടിച്ചത് പാകിസ്ഥാനികൾ ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അവനോട് എൻ്റെ ഫോട്ടോ എടുക്കാൻ കൊണ്ടുവന്നത്. ഇപ്പോൾ അവനെന്തുണ്ട് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആയി മാറിയിട്ട് കണ്ടവരൊക്കെ പിടിച്ചാണ്ട് അവനെ ക്യാമറ കണ്ടിട്ട് അവിടെ ഇരുന്നാണ്ട് ഫോട്ടോ എടുപ്പിച്ചില്ലാണ്ട് ഇപ്പോൾ പരിപാടി. दीदी और भैया मिले थे और हम जा रहे थे और भैया फ़ोटो खींच रहे थे और उनको बोला कि हमारे वाइट शर्ट सेम पहन रखे तो फ़ोटो खींचो. इन्होंने फ़ोटो खींच दिया और हमें भाई इंस्टाग्राम पे इन्होंने हाथों हाथ भेज दिया. बहुत बेस्ट है, क्लिक भी किया और बहुत अच्छा. और इनके चैनल को सब्सक्राइब करना, फॉलो करना और लाइक जरूर करना. താങ്ക് യു. आपके चैनल का नाम? ഓക്കെ, ഒരു പെണ്ണിന് ഗോൾഡ് ഇട്ട് കൊടുത്തതാണ്. പടത്തോന് കയറ്റക്കുള്ള മാലയാണ് പറഞ്ഞത്. പടച്ചോനെ പടം മാതിരി ഇട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ലാസ്റ്റ് ഫൈനലി ഗോൾഡ് സൂക്ക് ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടോ. എൻട്രി 4 സൈഡാണ്, 1 2 3 4. അപ്പോൾ നമ്മളിപ്പോൾ ഏത് എക്സിറ്റ് ഏതാണെന്നറിയില്ല, പക്ഷെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കുറച്ച് നേരം ഇവിടെ ഇരുന്നുണ്ട്. ഇതൊക്കെ റിങ് ഇതിനെ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. ഒരാളെ കയ്യിലിടാൻ പറ്റുമെന്നല്ല, ഒരാളെ മൊത്തത്തിൽ മുങ്ങാനുള്ള റിങ്ങൊക്കെ ആയിട്ട്. ടയേർഡായി. ഈ വെയിലത്ത് ഷൂട്ട് ചെയ്യാൻ വരുന്ന എൻ്റെ ഒക്കെ അവസ്ഥ. ഓൾറെഡി നല്ല നിറമുണ്ടായിരുന്നു, ഒക്കെ കറുത്ത പപ്പീസൊക്കെയാണ് ബാറ്റ ബ്ലാക്ക് ആയിട്ടുണ്ട്. ഓരോ കഷ്ടപ്പാട്. എങ്ങനെയെങ്കിലും എൻ്റെ യൂട്യൂബ് ഒന്ന് റീച്ച് ചെയ്യണം, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്നുള്ള പ്ലാനോട് കൂടി നടക്കണം. നല്ല ടയേർഡാട്ടോ. ഇനിയിപ്പോൾ ഈ ബാക്കി ഏരിയയും കൂടി എടുക്കാണ്ട്. ഓക്കെ, ഇവിടെ ഫുള്ള് പറഞ്ഞാൽ ഈ ഗോൾഡ് സൂക്ക് ഏരിയയിൽ ഫുള്ള് ഗോൾഡ് ആട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നത് മൊത്തം എല്ലാ 2 സൈഡ് 4 സൈഡ് നോക്കുകയാണെങ്കിലും നമുക്ക് ഗോൾഡ് മാത്രമായിട്ടാണ് കാണുള്ളൂ. ഉള്ളോട്ട് പോവുകയാണെങ്കിൽ മാത്രം കുറച്ച് ഇതുണ്ട്. ഇത് കണ്ടാൽ ഇതേ നമ്മളാ ഉത്സവത്തിന് ഞാനൊക്കെ നെറ്റിപ്പട്ടം കിട്ടില്ല, എന്നാൽ ലുക്കില്ലേ. എന്തായാലും വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗോൾഡ്. അല്ല ഇതൊക്കെ ആരല്ല ഇടുക. അങ്ങനെ നടന്ന് നമ്മളിതാ ഗോൾഡ് സൂക്ക് ഔട്ട് സൈഡ് എത്തിട്ടോ. ഇത് പുതിയ ഗോൾഡ് സൂക്കാണ്. അത് ഓൾഡ്, നമ്മൾ ഫസ്റ്റ് കണ്ടത് ഗോൾഡ് സൂക്ക് ഓൾഡ്. ഇത് പുതിയതായിട്ടുള്ള എന്താണ് കേട്ടോ സൂക്ക്. ഒരുപാട് പുതിയ ഷോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓൾഡ് ഗോൾഡ് സൂക്കിലുള്ളതും പുതിയ ഗോൾഡ് സൂക്കിലുള്ളതും സെയിം ജ്വല്ലറീസിൻ്റെ ഒരുപാട് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
നല്ല നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ടയർഡായി, നേരെ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കുക വെച്ചാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് നല്ല ടയേർഡായി കഴിഞ്ഞാണ്. അപ്പം ഏകദേശം ഇപ്പം ഗോൾഡ് സൂക്ക് പുതിയ ഗോൾഡ് സൂക്കിൻ്റെ ഏരിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പം നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ബുസ്താൻ റെസ്റ്റോറൻറ്റ്, മന്തി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫേവറേറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ബുസ്താനിൽ കയറുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഫാമിലിയൊക്കെ വന്നിട്ട് അവരെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ടേസ്റ്റ് ഫുഡൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. ഒരു വെറൈറ്റി മന്തി, അതുപോലെ തന്നെ മധുഫി, ചിക്കനിൽ, മട്ടനിൽ, ബീഫിലൊക്കെ ആയിട്ട് കേട്ടോ. ചാർക്കോൾ വരെ ഉണ്ട്. വാവ്, ബർഗറൊക്കെ ഉണ്ടായിട്ട് കേട്ടോ. ഓർഡർ ചെയ്ത ചിക്കൻ മധുഫൂ ആണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഡിസൈൻ. ഇതൊക്കെ ഇനി ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കാം. കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 3 പേർക്ക് എക്സ്ട്രാ റൈസ് വേണമെങ്കിൽ അവർ ഇട്ട് തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. നല്ല ചിക്കനൊക്കെ നല്ല വെന്താണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എടുക്കുമ്പോൾ തന്നെ നല്ല അതുമെന്ന് എല്ലാം പോരുന്നുണ്ട്. നല്ല ടേസ്റ്റ്. റൈസ് എങ്ങനെ നോക്കട്ടെ കേട്ടോ. അത് വെന്താണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. താങ്ക്